അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഹെന്ന തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഹെന്ന തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട്, തേയില എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പാക്കറ്റ് ഹെന്ന പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെന്ന പൊടി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം, അപ്പോഴാണ് നല്ല കളർ കിട്ടുന്നത് മുടിക്ക്. അപ്പോൾ നമുക്ക് തേയിലയൊക്കെ ആവശ്യത്തിന് വെള്ളം എടുത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേയിലയിലാണ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. നല്ല കളറായിരിക്കും. അതിന് ശേഷം ഒരു ബൗളിലോട്ട് എണ്ണയെല്ലാം തട്ടിയിട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന തേയില വെള്ളം നന്നായിട്ടൊന്ന് തണുത്ത് ഒരു ഇളം ചൂടോടുകൂടി നമുക്ക് ഈ എണ്ണപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നല്ലവണ്ണം നമുക്ക് ആ പൊടി കലങ്ങി കിട്ടത്തുള്ളൂ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു രീതിയിൽ നമുക്കത് കിട്ടുന്നതാണ്. അതിനാണ് ഇളം ചൂടോടുകൂടി ഈ തേയിലവെള്ളം ചേർക്കുന്നത്. അങ്ങനെ ഇളം ചൂടോടുകൂടി തേയിലവെള്ളം മൈലാഞ്ചി പൊടിയിലോട്ട് ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ പൊടിയെല്ലാം മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഈ തയ്യാറാക്കുന്ന രീതിയിൽ ഹെന്ന തയ്യാറാക്കി മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും, നല്ല ഷൈനിങ്ങുമാണ് മുടിക്ക്. അപ്പം അതുകൊണ്ടാണ് ഈ ഹെന്ന ചെയ്യുന്നത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. നരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല കളറായിരിക്കും മുടിക്ക് കിട്ടുന്നത്. ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ മുടി 2 ദിവസം കഴിഞ്ഞേ ഷാമ്പൂ ചെയ്യാവൂ, എങ്കിലേ ആ കളറ് നമുക്ക് പെർമനൻ്റായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മൈലാഞ്ചി പൊടിയും തേയിലവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. അപ്പം നമ്മളിത് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ വലിയ ചീനിച്ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഗ്ലാസ് ബൗളിലോട്ട് ചേർക്കുന്നത്. ഇരുമ്പ് ചീനിച്ചട്ടി ഉള്ളവർ അതിൽ തന്നെ ഹെന്ന കൂട്ടാൻ നോക്കണം. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഈ ഹെന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഈ ഹെന്ന കൂട്ട് തയ്യാറാക്കുന്നത്. മൈലാഞ്ചി, നാരങ്ങ, തേയിലവെള്ളം ഇത്രയും ചേർത്താണ് ഇപ്പോൾ ഹെന്ന തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം രാത്രിയിൽ വെച്ച ശേഷം പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടിയിരിക്കും ഹെന്ന. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഇൻഡിഗോ പൗഡർ ഒരു ബൗളിലോട്ട് എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതും പൊടി കലങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഹെന്നയും ഇൻഡിഗോ പൗഡറും എല്ലാം കൂടെ ചേർന്നുള്ള മിക്സ് ഈ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ, അതിലും ഇച്ചിരി കൂടെ ഡ്രൈ ആയിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ തേക്കുമ്പോൾ ഒലിച്ചിറങ്ങും. അങ്ങനെ ഒലിച്ചിറങ്ങാത്ത രീതിയിൽ പിടിച്ചിരിക്കത്തക്കവണ്ണം വേണം നമ്മളിതിൻ്റെ വെള്ളം ചേർക്കാൻ. അപ്പോൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് കൂട്ടിയെടുക്കാൻ. അങ്ങനെ ഇൻഡിഗോ പൗഡറിനകത്തും ആവശ്യത്തിന് വെള്ളം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഉള്ളതാണ് ഈ കാണിക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ കളറെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെന്നയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈലാഞ്ചി പൊടിയിലോട്ട് നമ്മുടെ ഈ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സ് ചെയ്തെടുക്കുമ്പം തന്നെ ഇതിൻ്റെ കളറിന് വ്യത്യാസം വരും. അപ്പം നമ്മുടെ ഈ ഹെന്നയുടെ കളറിന് നല്ലൊരു കറുത്ത കളറ് കിട്ടുന്നതാണ്. കറുപ്പുമല്ല പച്ചയും അല്ലാത്തൊരു കളർ കിട്ടുന്നതാണ്. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വെക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഉടനെ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കാം. നല്ലൊരു ബ്രഷ് കൊണ്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 3-4 മണിക്കൂർ ഇരുന്ന ശേഷം കഴുകിക്കളഞ്ഞാൽ മുടിക്ക് നല്ല തിളക്കവും നല്ല കളറും കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വർഷങ്ങളായിട്ട് ഞാൻ ഹെന്ന ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്.
അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.